മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മേലൂരാണ്. ആൻസി ചേച്ചിയാണ് ഹസ്ബൻഡിന് വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി ഇന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. ഇതാ ചേച്ചിയുടെ വീടിൻ്റെ മുമ്പിൽ എത്തി നിൽക്കുക ഞാൻ. അപ്പം നമുക്ക് എന്തായാലും അകത്ത് പോയി നോക്കാം അല്ലേ? വാ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൻസി ചേച്ചി. ഹസ്ബൻഡിന് വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്ത് ചെറിയൊരു പണി കൊടുക്കാൻ. പണികളൊക്കെ ഏകദേശം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മുഖമൊക്കെ കണ്ടിട്ട് എന്താ ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ അകത്തുണ്ടോ ആളുണ്ടാവും. വെൽക്കം ടു ഫൺ ഫാലിമി. ആൻസി ചേച്ചി ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ ആൻസി ചേച്ചി പറഞ്ഞായിരുന്നോ ഞങ്ങൾ എന്തിനാ വന്നത്, എന്താ ഏതാന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ചെറിയ സൂചന വന്നായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ചേട്ടന്റെ പേരൊന്ന് പറയാമോ? എന്റെ പേര് ഹാപ്പി ബൈജു എന്നാണ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി ആർട്ടിസ്റ്റ് ആണ്. സിനിമ, സീരിയല്, അതുപോലെ തന്നെ റിയാലിറ്റി ഷോകള്. പിന്നെ അത് കൂടാതെ ഞാൻ കാർമൽ HSS ചാലക്കുടി എന്ന് പറഞ്ഞ സ്കൂളിൽ PT മാഷാണ്. അവിടുത്തെ സ്കൗട്ട് മാസ്റ്ററാണ്. റിയാലിറ്റി ഷോസിൽ എന്താ ചേട്ടൻ്റെ ഐറ്റം? ഞാൻ കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ 1ാം സമ്മാനം 15 ലക്ഷം രൂപ ഹാപ്പി ടീമിന് ഞാൻ ലീഡർഷിപ്പിലാണ് മേടിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ടീമിന്റെ പേരാണ് ഹാപ്പി എന്ന്. അതെന്റെ ഫ്രണ്ടിലിട്ടപ്പോ ജീവിതം ഹാപ്പി ആയി. അല്ല, ഞാനൊരു ചെറിയ ചളി ചോദിക്കാൻ വന്നതായിരുന്നു. ഹാപ്പി ബിജു എന്നായത് പേര് ആയത് കാരണം എപ്പോഴും ഹാപ്പി ആണോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. മിക്കപ്പോഴും കേൾക്കുന്നതായിരിക്കും അല്ലേ അത്? എപ്പോഴും ഹാപ്പി, ഇപ്പൊ ജീവിതത്തിൽ ഹാപ്പി ആണോ എന്ന് ഇവിടെ ചോദിക്കേണ്ടി വരും. ഞാൻ പറയണേക്കാളും നല്ലത് ഇവിടെ വൈഫ് പറയണതല്ലോ. ആണോ ചേച്ചി? ഹാപ്പി ആക്കാനല്ലേ, കുറച്ചും കൂടെ ഹാപ്പി ആക്കാനല്ലേ നിങ്ങളും കൂടെ വന്നിരിക്കുന്നത്. ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ഡാൻസ് ടീച്ചറാണ്. കൊടകര സ്കൂളിൽ, അങ്ങനെ എല്ലാ സ്കൂളിലും പോയി പഠിപ്പിക്കാറുണ്ട്. ഏത് ഐറ്റം ചേച്ചി ഡാൻസ് ചെയ്യുന്നത്? ഞാൻ വെസ്റ്റേൺ ആണോ? മാർഗംകളി അങ്ങനത്തെ ഐറ്റങ്ങൾ. അപ്പം അതിനേക്കാളും വലിയൊരു ഐറ്റം കൂടി കയ്യിലുണ്ട്. മാജിക് ഷോ, അമേരിക്കൻ ഡ്രസ് ചേഞ്ച്, ഡാൻസ്, അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ ചെയ്യുന്ന ഒരു ഫാമിലി ഷോ ചെയ്യുന്ന ആൾക്കാരും കൂടെയാണ്. സ്റ്റേജ് ഷോസ്. ഞാൻ അത് ആലോചിച്ചു, ഇവിടെ ഇല്ലാത്ത ഐറ്റങ്ങളൊന്നുമില്ല. ഡാൻസിന് ഡാൻസ്, അധ്യാപനത്തിന് അധ്യാപനം, പാട്ടിന് പാട്ട്, എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അതായത് ഞങ്ങൾ ഷോയ്ക്ക് പോകുന്നത് മൊത്തം ഞാൻ, വൈഫ്, മോള് 2.5 മണിക്കൂർ ഞാനും ഫാമിലിയും കൂടി ഹാപ്പി ഫാമിലി മെഗാ ഷോ ആണ് ചെയ്യുന്നത്. അതായത് ഞാൻ പാടും, മോള് പാടും, മിമിക്രി മോള് ചെയ്യും, ഞാൻ മിമിക്രി ചെയ്യും, വൈഫ് മാജിക് ഷോ, അമേരിക്കൻ ഡ്രസ് ചേഞ്ച്, ഡാൻസ്, എല്ലാം കോർത്തിണക്കിയിട്ടുള്ള. പാട്ടിനോടൊപ്പം ചേട്ടൻ പാട്ടോടൊപ്പം ഞാനും മോള് ഡാൻസ് ചെയ്യും. ഇല്ലാത്തൊന്നുമില്ല, എല്ലാം. അതായത് ഒരു പ്രോഗ്രാം, എന്തെങ്കിലും ഒരു ഇവന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ഫാമിലി ആയിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതി. പാട്ട്, ഡാൻസ്, മിമിക്രി എല്ലാം എന്റെ കൂടെ ഉണ്ടാവും. മാജിക് എല്ലാം, അമേരിക്കൻ ഡ്രസ് ചേഞ്ച്, ഡാൻസ്, വെറൈറ്റി ചെയ്യാറില്ല. അതായത് 26 ഡ്രസ് സെക്കൻഡുകൾക്കുള്ളിൽ നിന്ന് നിപ്പിന് തന്നെ മാറും. ഒരു വെറൈറ്റി. നമ്മളൊരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടല്ലോ, അത് കിങ് ലെയറിനകത്ത് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ മാറുന്നത്. മോൾ എന്ത് ചെയ്യാ? മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ വർഷം SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പേരെന്താ? സ്കിലാച്ചി. തുമ്മിയാലേ കിട്ടുള്ളൂ. കിട്ടില്ലേ? ഞാൻ എന്നിട്ട് ചേട്ടാ ഇവിടെ വന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഇവിടെ നിറച്ചും ട്രോഫി, ഷീൽഡ്, മൊമെന്റോ ഒക്കെ ആയിട്ട് ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുക. വയ്ക്കാൻ സ്ഥലമില്ല, ബാക്കിലൊക്കെ കൊണ്ടുവച്ച് കാണാൻ പറ്റുമോ? അവിടെയൊക്കെ ഇരിപ്പുണ്ട്, കുറെ ഉണ്ട്. ട്രോഫി കണ്ട കൂട്ടത്തിൽ ഞാൻ ഒരു ട്രോഫി കണ്ടു, ഒരു ഷീൽഡ് കണ്ടു. 100 days of action hero ബിജു എന്ന് പറഞ്ഞത്. അതെന്താ സംഭവം? ആക്ഷൻ ഹീറോ ബിജുവില് കണ്ടായിരുന്നു, പടം കണ്ടായിരുന്നു. അതില് മനോഹരമായിട്ട് പോലീസ് സ്റ്റേഷനിക്ക് പേടി എന്നൊരു മൂത്രം വയ്ക്കുന്ന ഒരു സീനുണ്ട്. ആ ദുഷ്ടനായിരിക്കണം ഞാൻ. വേറെ 1-2 പാപ്പിയപ്പച്ച എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ ഒരു തമിഴ് സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സീരിയലില് സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയലില് പെണ്ണുങ്ങൾക്കൊക്കെ ദേഷ്യമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഒരു കണ്ടിന്യൂസ് ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോമഡി സ്റ്റാർ, അങ്ങനെ ഒരുപാട് ഷോസിൽ ചെയ്തിട്ടുണ്ട്, TV പ്രോഗ്രാംസ്. മജീഷ്യൻ ആണെന്ന് പറഞ്ഞില്ലേ, ഒരു മാജിക് എന്തെങ്കിലും ചെയ്യോ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ ഒരു ചെറിയ സമയം ടൈം വേണ്ടി വരും. പോയെങ്കിൽ എടുത്തിട്ട് വാ. എന്താന്ന് വെച്ചാൽ കിട്ടിയില്ല, സംഭവം കിട്ടി. ഓക്കെ, എന്നെ എന്തെങ്കിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു അതോ ചേട്ടനും ചേച്ചിയും കൂടെ ചെയ്യും? എന്റെ മോളാണ്. ആണോ? പേടിക്കാന്നല്ലേ, ഇത് ചെറിയൊരു സംഭവം അല്ലേ? മോളെ മനസ്സ് നല്ലതാണോ ഞാൻ നോക്കട്ടെ. എന്റെ അമ്മേ, അത്ര നല്ല മനസ്സൊന്നും അല്ല. അല്ലേ? ഉറപ്പാണോ? ഉറപ്പാണോ?
ആ നല്ല മനസ്സിലാ. ഫ്ലവർ. വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കേ. എന്നെ കരയിപ്പിക്കാതെ. ഉണ്ടോ? കയ്യിൽ കാശുണ്ടോ? എന്റെ കയ്യിലൊന്നുമില്ല. ആരെങ്കിലും പൈസ എന്തെങ്കിലും തരുമോ? Guys, ആ എത്ര രൂപ വേണം? എത്രയായാലും കുഴപ്പമില്ല. ദേ, ഇതിലൊന്നുമില്ലല്ലോ. കാശില്ലാത്ത ആളാണല്ലേ 20 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. ഇതിലൊന്നും ഒന്നും ഇല്ലാന്ന് ചേട്ടാ, ആകെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇതിലൊന്നുമില്ല. കിട്ടോ? എനിക്ക് ഐശ്വര്യമായിട്ടുണ്ട്. ഇഷ്ടംപോലെ പൈസ, ദൈവം ഇഷ്ടംപോലെ പൈസ കിട്ടണേ ഇതിനകത്തുനിന്ന്. എത്ര കാശ് വേണം? ഇതിട്ടിട്ട് എത്ര അല്ലാതെ ഇതിട്ടിട്ട് എത്ര കാശ് വേണം പറഞ്ഞോ, തരും. ആണോ? ആ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങോട്ട് ആലോചിച്ചിട്ട് പറഞ്ഞോ. ഇത് മനസ്സിന് 27 രൂപ 50 പൈസ. ശരി 27 50 അത് 27 കേട്ടോ. പൈസ. ഐശ്വര്യമായിട്ട് കേട്ടോ. ആ ഓക്കെ, ഇനി കണ്ണടച്ചോ. കണ്ണടയ്ക്കണം. ഞാൻ കണ്ണടയ്ക്കും. ആ അതാണ്, എന്നാലും ആ പൈസ കൊണ്ട് വീട് വന്നോണ്ടിരിക്കുള്ളൂ. എന്നിട്ട് കണ്ണ് തുറക്കരുത് കേട്ടോ. കണ്ണ് തുറക്കാതെ ഞാൻ അങ്ങോട്ട് എത്തിക്കും. അങ്ങോട്ട് എത്തിക്കും. ആ കൈ കൊണ്ട് ഇതിനകത്ത് വലത്തെ കൈ കൊണ്ട് കണ്ണ് തുറക്കരുത്. വലത്തെ കൈ കൊണ്ട് കണ്ണടച്ച് അത് എടുത്തോളാം. കണ്ണടച്ചതിൽ എന്താണോ അതിൽ വരുന്നത് അതില് വേണ്ടേ? പറഞ്ഞ തുക വേണ്ടേ? വേറെ ജീവികളൊന്നും ഇല്ല പുറത്തേക്ക് എടുത്ത് ധൈര്യമായിട്ട് എടുത്തോ. ഇല്ല ധൈര്യമായിട്ട് ഞാൻ കൈ പിടിക്കും. ഇല്ല എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. ഇല്ല പൈസയാണത്, പൈസയാണ്. ഇല്ല കണ്ണടച്ചോളൂ ധൈര്യം. ഒരു ജീവിയില്ല ഒരു ജീവിയില്ല ധൈര്യമായിട്ട് കണ്ണടക്കി എന്നാലും വരുള്ളൂ. ആ മന്ത്രത്തിൽ കണ്ണടച്ചിട്ട് എടുത്ത് എന്തായാലും പുറത്തേക്ക് എടുത്തോ. അത് കാണിക്കുക എല്ലാവരും ഞങ്ങള് വളർത്തുന്നതാണ്. കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഒരു എന്നെ വിളിച്ചു വരുത്തി പുള്ളി ചെയ്യുന്നു ഗൈസ്. ഇപ്പൊ ഒന്നുമില്ല അല്ലേ? ഇതിനകത്തൊന്നുമില്ല അല്ലേ? ഇനി വേണം എന്തെങ്കിലും സംഭവം? എനിക്ക് ഒന്നും വേണ്ട. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. ഇല്ല ആ പൈസ വേണ്ട, പൈസ എനിക്ക് പൈസ വേണ്ട. വീണ്ടും കൈ ഇട്ടോ? അത് കിട്ടോ, ധൈര്യമായിട്ട് കിട്ടോ ധൈര്യം. ഇത് ഉറപ്പ്. ഇത് ഉറപ്പ്. ഓക്കെ സന്തോഷമായ ആ ശ്വാസം ഒന്ന് വിട്ടേ. എനിക്ക് ചേട്ടാ നമുക്ക് ഇതിന്റെ ക്ഷീണം ഒന്ന് മാറ്റാനായിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് പോയാലോ? മാജിക് വേണോ? വേണ്ട 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 വേണ്ട. ചേട്ടൻ മിമിക്രി ചെയ്യും എന്ന് പറഞ്ഞില്ലേ? ചേട്ടൻ എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യാവോ? അപ്പൊ എന്തായാലും പേടിച്ചിരിക്കല്ലേ. എന്താ പേരെന്ന് പറഞ്ഞത്? ശ്രീനിധി. ശ്രീനിധി. അപ്പൊ ശ്രീനിധിയെ പറ്റി നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ശ്രീനിധി തങ്കപ്പനല്ല, പൊന്നപ്പനാ പൊന്നപ്പൻ. ഓ ഇവളുടെ കാല് തല്ലി തല്ലി ഒടിക്കരി. ഓ എന്റെ കാലല്ല. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വന്നാലോ? ഞങ്ങൾ വന്നത് എന്തിനായിരുന്നു? ചേട്ടന് പണി തരാനാണ്. എനിക്ക് കുറെ പണി എന്തായാലും കിട്ടിയില്ല. ഇനിയിപ്പോ തിരിച്ച് ചേട്ടന് നല്ല പണി കൊടുക്കണം. അതിനാണ് ചേച്ചി വിളിച്ചു വരുന്നത്. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ചേച്ചി പണി എന്താന്നുള്ളത് കണ്ടുവച്ചിട്ടുണ്ടോ? മുറ്റടിക്കണം. അത് ശരിക്കും ചവർ വേണം. ഞാൻ തൂത്ത് ഇട്ടാലും പറയും ഇതെല്ലാം പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ചെയ്യണല്ലേ. ഇതെന്തിരി ഇത് പാട്. ഇത്രയും വീട്ടിൽ നമ്മൾ മുറ്റടിക്കുമെന്ന് ആലോചിച്ച് നോക്കണേ. ഒരു പുച്ഛോ അതിനോടൊപ്പം ഒന്ന് കിളക്കുകയും വേണം, ഒന്ന് വേർക്കണം. വേണ്ട ഇന്ന് വേണം മുറ്റടിക്കണം. ചേച്ചി വൻ സ്പിരിറ്റോട് കൂടി തിരിച്ചു പണി കൊടുക്കാൻ എന്തെങ്കിലും നമുക്ക് ആ ട്വിസ്റ്റിലേക്ക് എത്താം. അതിലേക്കൊക്കെ എത്താം. അതൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് അടിക്കും, കാരണം ഞാൻ ചെയ്ത് പരിചയമുണ്ട്. ഇതാണെങ്കിൽ ഒന്നും ചെയ്ത് പരിചയമില്ല. ആണല്ലേ? ഓക്കെ. അപ്പം മാത്രല്ല നമുക്കിനി അടുത്തടുത്ത സെഷനിലോട്ട് എത്തുമ്പോൾ മനസ്സിലാവും എനിക്കൊരു വെല്ലുവിളിയാണ് ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് ടാസ്കിലേക്ക് പോവാം. മുറ്റടിക്കുക, കിളക്കുക. ചേട്ടൻ കിളക്കാനും മുറ്റടിക്കാനും ഒക്കെ പോകുമ്പോൾ ചേച്ചി കൂടെ നിന്നു. പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. അപ്പോഴത്തേക്ക് ഞാനൊന്ന് പേടിച്ചിരിക്കുകയാണല്ലോ. ഞാൻ ഇച്ചിരി ഫാനൊക്കെ ഇട്ടൊന്ന് റിലാക്സ് ചെയ്യട്ടെ. സാധനം എടുത്തിട്ടുണ്ടോ നീ? എവിടെ സാധനം എടുക്കാൻ? കണ്ടുപിടിക്കേ. ഞാൻ പോയി എടുക്കണം. ചൂലേതെന്നറിയാമോ? നാട്ടിക്കലടി. ബാഹുബലി. ചൂലെടുക്കാൻ വലിയ പാടന്നല്ലോ, കുനിഞ്ഞു തൂക്ക്. ഞാൻ എന്ത് ചെയ്യണം? തൂക്കണം. ഇതടിക്കണം. അയ്യോ തറയ്ക്ക് നോവും. തണ്ടൽ വേന ഇങ്ങനെ എന്നോട് പറയില്ലേ റാ പോലെ വളഞ്ഞു തൂക്കൂ. ഹലോ
ഇത് വീടിന്റെ നടുക്ക് പാതി. ഇവിടെ നിന്നല്ല, ദേ ഗേറ്റ്. നിങ്ങളിങ്ങനെ ഒരു കുത്തൂത്താറില്ലേ ശരിയാക്കി തരടി. ഇന്ന് ഒരു നടക്കില്ല മോനെ. ഇത് നീ മനപ്പുറം ഇട്ടാണോ ഏതേ ഇത് ഇത്രയും ചവറ്? മരത്തിന് പോലെ നിങ്ങളുടെ അടുത്ത് ശത്രുത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ദേ അവിടെ നീ അവിടെ നിന്ന് ഒരുമിച്ച് നടുക്ക് മാത്രം റോഡ് പോലെ അല്ല. അതെ ചൂലേ എന്നെ നോക്കി ഇങ്ങനെ വിരിച്ചു വെക്കൂ. ഇങ്ങനെ ആ അങ്ങനെയാണ് തൂക്കേണ്ടത്. മയിലാട്ടോ ഇവിടെ കാണാൻ ആരാണ് മയിലാടണത്. ആ അങ്ങനെ നല്ലപോലെ തൂക്ക്. ചേട്ടാ കൈ ഇങ്ങനെ വെച്ച് ഒന്ന് തൂത്തേ. അതാണ് അതിന്റെ സ്റ്റൈല്. എന്നെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കല്ലേ ഒരു ഇല കിടന്ന. വേഗം 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 വേഗം. മതിയാ? ഇല്ല, ഇതൊക്കെ ഞാൻ ആ അമ്മ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും മോനെ. സ്പീഡ് ചെയ്. നാളെ സ്കൂളിൽ പോണ്ടാ മുത്തേ. ഇങ്ങനെയൊക്കെ പണിയെടുക്കുമ്പോ എന്തുമാതിരി എന്തുമാതിരി കഷ്ടപ്പാടുണ്ടെന്ന് പുരുഷന്മാരറിയണം. അങ്ങോട്ട് കൂട്ടിയിട്, കത്തിക്കാനുള്ളതാ ആ മൂലയ്ക്ക്. ഇനി അതും കിട്ടണോ? ഇതാടെയോ എളുപ്പപ്പടി. പിടിച്ചാ പോരെ? ഇതാ എളുപ്പപ്പടി. ചേട്ടാ ചൂലിങ്ങനെ വിരിച്ചു വെക്ക്. ഇതെന്താ എല്ലാം കിട്ടണല്ലോ? അതാ പറഞ്ഞ ചൂലൊന്ന് വിരിച്ചു വെച്ചാ കിട്ടുമെന്ന്. നീ കൂടുതൽ വിരിക്കല്ലേ. ചവറ് ചെന്ന് വീഴോ? ഐഡിയ ഉണ്ടോ? നാളെ മുതൽ ഈ ഐഡിയ നീ ചെയ്യരുതിട്ടാ. ഇവിടൊക്കെ കിടക്കുന്ന കാര്യമില്ല കണ്ടാ. അതൊക്കെ അവിടെ കിടന്നോട്ടെ. നീ നാളെ നിനക്ക് എന്തെങ്കിലും വേണ്ടേ? നാളെ മുതൽ ആർക്ക് വേണ്ടെന്ന്? ചേട്ടനാണ് ഈ മാസം ഫുൾ പണി. അതിന്റെ ട്രെയിനിങ് ആണ്. എനിക്ക് മതിയായിട്ടില്ല ചേട്ടാ. ഇത് ഒരു വിടുപ്പില്ല, ഒരു വൃത്തിയില്ല. ഇത് എന്തിട്ടാ ചേട്ടൻ പറയാറില്ലേ പാ പോലെ ഇങ്ങനെ നമുക്ക് കിടക്കണം മുറ്റം. അതേപോലെ പായൊന്ന് വിരിച്ച് കാണിച്ചെന്ന് എങ്ങനെയൊന്നും എന്നോട് പറയില്ലേ തൂക്കുമ്പം. കുനിങ്ങി കുനി കുനി കുനി. കഴിഞ്ഞില്ലേ? എന്തൊരു വൃത്തി നോക്കി ചേട്ടാ. ഇങ്ങനെ വേണം നാളെ പോലെ നീ ചെയ്യാൻ. അതില്ലേ സന്തോഷായ പണി തന്നപ്പ. ഗ്ലാസ് വേണോ കേട്ടാ? നീ തന്നെ വെച്ചോ. വെള്ളം വേണോ? പാവം തോന്നുന്നു എനിക്ക്. കുറച്ച് വെള്ളം എടുത്തോണ്ട് വരട്ടെ? മതി, തൂത്തതും മതി. വേണ്ട ചേട്ടന് തട എടുക്കണ്ട. മനസ്സിലായല്ലേ?
എനിക്ക് മനസ്സിലായി പാവം. വാ. അല്ല ബൈ ദ വേ ഇവിടെ എന്താ നടക്കുന്നത്? രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹ. ഫസ്റ്റ് വന്ന സ്പിരിറ്റ് ഒന്നും പുള്ളിക്കാരിയുടെ കാണാനേ ഇല്ല. എനിക്ക് സങ്കടമായി. ആര് നന്നായിട്ട് ചെയ്തു? ഞാനും നോക്കട്ടെ. ചേട്ടൻ നന്നായി ചെയ്തു, പക്ഷെ എനിക്ക് എന്ത് പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടില്ലേ? നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ആര് ചെയ്യണോ? ഇനിയിപ്പോ ഭംഗിയുണ്ടോ നോക്കി. അല്ല തടവെടുക്കണ്ടേ നമുക്കിനി? നമുക്ക് അങ്ങോട്ട് പോകാം. വേണ്ട വേണ്ട വേണ്ട. അല്ല രണ്ട് ടാസ്കിലല്ലേ ചേച്ചി പറഞ്ഞത്? എനിക്കിത് മതി. ആണോ? ഭയങ്കര സ്നേഹമായി പോയല്ലോ. ഇങ്ങോട്ട് വിളിച്ച സ്പിരിറ്റ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. അതിന് വെള്ളം കുടിപ്പിച്ചില്ല, ഇനി വേണ്ട. ചേട്ടൻ എന്താ ചേട്ടാ ക്ഷീണിച്ചു പോയി? വെള്ളമൊക്കെ ചേച്ചി അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു ചേച്ചി വെള്ളം എടുക്കാനായിട്ട്. എന്റെ ശരീരത്തിൽ നിന്ന് കുറെ വെള്ളം പോയി. അപ്പൊ ഈ വെള്ളം ഒന്ന് ഇതിലേക്ക് വരാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചതാ, ദാഹിച്ചിട്ടൊന്നല്ല. ചേച്ചി സാറ്റിസ്ഫൈഡ് ആണോ ചേട്ടൻ തൂത്തത് നോക്കിയേ? ഈ ചേട്ടൻ ഇപ്പൊ ഇവിടെ ഒരു 3-5 കരിയിലെ ഇവിടെ ഇട്ട് കഴിഞ്ഞാലും ചേച്ചി ഈ അവസ്ഥയിൽ ചേച്ചി പറയാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും അല്ലേ? സോ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റിന് വേണ്ടിയുള്ള ഗെയിം സെഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റിലേക്കുള്ള ഗെയിം സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏത് ഗെയിം ആണെന്നുള്ളത് അറിയാനായിട്ട് നമ്മളിതാ ഇവിടെ 3 ഗെയിം കാർഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ആൻസി ചേച്ചി ചൂസ് ചെയ്യുന്ന കാർഡ് ഏതാ ആ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. സോ ഇതിൽ ഏത് ഗെയിം കാർഡ് വേണമെന്ന് ചൂസ് ചെയ്തോ. എടുത്തോ, നോക്കിക്കോ. സോ ഈ ഗെയിമാണ് ഞാനും ആൻസി ചേച്ചിയും കൂടെ കളിക്കാൻ പോകുന്നത്. ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഇത് എന്താണെന്നുള്ളത് പ്രോപ്പർട്ടീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ വിശദമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടീസ് വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. ഗെയിം വളരെ സിമ്പിളാണ്. ടൂത്ത് പിക്ക് എടുക്കുന്നു. ഇത് ഇവിടുന്ന് പൊക്കി ഒരെണ്ണം ഒരു വള എടുക്കുക. ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടുക. ഇതാണ് നമ്മളുടെ ഗെയിം. ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും. റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് ആണ് ഇതിന്റെ ടൈം ലിമിറ്റ് വരുന്നത്. ഏറ്റവും കൂടുതൽ വള ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന ആളാണ് ഒബ്വിയസ്ലി ജയിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഗെയിമിന് വേണ്ടി ചേച്ചി ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി ഫസ്റ്റ് ഗെയിം കളിക്കാനുള്ള ടേൺ ചേച്ചി എടുത്തത് കാരണം. അപ്പോൾ ചേച്ചി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഇവിടെ ഒരു ബസർ ഉണ്ട്. ബസർ അടിക്കുമ്പോൾ ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു, ചേച്ചിയും ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, പാടുള്ള പണിയാന്ന് തോന്നുന്നു, കണ്ടത്ര എളുപ്പമല്ല. ഓക്കെ, ഓക്കെ 31 സെക്കൻഡ്സ് ആയി. മൂന്നാമത്തെ വളയാണ് ചേച്ചി ഇപ്പോൾ കൊണ്ടുവന്ന് അപ്പുറത്തെ ഗ്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ആയിട്ട് ഇടും. ഓക്കെ, ഞാൻ അടുത്തത് എടുത്തു. 40 സെക്കൻഡ്സ്, 42, 43, 3, 4. സ്റ്റോപ്പ്. 1 മിനിറ്റ് കഴിഞ്ഞ് ആ ഒരു കറക്റ്റ് 1 മിനിറ്റ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി അഞ്ചാമത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നത്, പകുതി എത്തിയത്. സോ നമ്മൾ കൗണ്ട് എടുക്കുമ്പോൾ 4 എണ്ണമാണ് എടുക്കുന്നത് ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഓക്കെ, അപ്പൊ സോ ചേച്ചിയുടെ പോയിന്റ്സ് വന്നിരിക്കുന്നത് 4 ആണ്. 4 ബാംഗിൾസ് ആണ് ചേച്ചി അപ്പുറത്തേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് എന്റെ ടേൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈമർ നോക്കും. വിതിൻ 1 മിനിറ്റ് 4-ൽ കൂടുതൽ എനിക്ക് അപ്പുറത്തോട്ട് ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ ഞാൻ ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചേച്ചി തന്നെയാണ് ജയിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. സോ ലെറ്റ്സ് റീഅറേഞ്ച് ദ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ റീഅറേഞ്ച് ചെയ്ത് ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത ടേൺ എന്റെ ആണ്. ചേച്ചി ടൈമർ നോക്കില്ലേ? അതെ. അപ്പോൾ ദാ എൻ്റെ ഗെയിം
തീർന്നു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേച്ചി കറക്റ്റ് പറഞ്ഞു. അപ്പോൾ എന്താണെന്നറിയാം, 1 മിനിറ്റ് എത്താറായപ്പോഴത്തേക്കും ഞാൻ ഒരെണ്ണം എന്താ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് താഴോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എത്ര ബാങ്കിൾസ് ഇതിനകത്ത് ഫിൽ ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. സത്യം പറഞ്ഞ എൻ്റെ കൈ എൻ്റെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഓക്കെ, ഇത്ര എടുക്കാം. 1 2 3 4 5. ഓക്കെ, അപ്പം 5 ബാങ്കിലാണ് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത്. ചേച്ചി ഫില്ല് ചെയ്തിരുന്നത് 4 ബാങ്കിലായിരുന്നു. ചേച്ചി 5ാമത്തെ ഇങ്ങനെ അറ്റത്ത് കൊണ്ടുവന്നപ്പോഴാണ് ടൈമർ വന്നത്. ഞാനും 6ാമത്തെ അറ്റത്ത് കൊണ്ടുവന്നപ്പോഴാണ് ടൈമർ വന്നത്. അപ്പൊ ചെറിയ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഗെയിമിൽ ഞാൻ ജയിച്ചിരിക്കുന്നത്. അപ്പൊ സോ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈ ഗെയിം ചേച്ചി ജയിക്കാത്തത് കാരണം ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് എനിക്ക് ചേച്ചിക്ക് തരാൻ പറ്റത്തില്ല. പക്ഷേ വേറെയും കുറച്ചധികം സെറ്റ് ഓഫ് ഗിഫ്റ്റ്സ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചാലോ? അതായത് ചേട്ടനെയും വിളിക്കാം, മോളെയും വിളിക്കാം. മോളെ ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ. ഓക്കെ, മോളെയും കൂടെ ഒന്ന് വിളിക്കാം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയിൽ നമ്മളോടൊപ്പം ആൻസി ചേച്ചി, ഹാപ്പി ബിജു ചേട്ടൻ ആൻഡ് സ്കൈലാച്ചി ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്കൈലാച്ചി ഇപ്പോഴാണ് നമ്മൾ പരിചയപ്പെടാൻ വന്നത്. ഹായ്. ഹലോ. ഞങ്ങൾക്ക് വേണ്ടി എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? പാട്ട് പാടുവോ, മിമിക്രി ചെയ്യോ? ഞാൻ ഫസ്റ്റ് ഒരു മിമിക്രി ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വേണമെങ്കിൽ നമ്മ ഒരു വേഗം നമ്മ സംസാരിക്കണമെന്ന്. ഇപ്പോൾ പട്ടികൾ സംസാരിക്കുന്നതാണ്, വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, പട്ടികൾ സംസാരിക്കും. മലയാളം അല്ല എന്നുള്ളൂ, പക്ഷെ അവർക്ക് അവരുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്. സോ നമ്മൾ ആദ്യം ലാബറിനെ എടുക്കാണ്. അവരാദ്യം എഫ് വെച്ചിട്ട്, നമ്മള് നേരെ മറിച്ച് പഗ് എടുക്കാണ്. അവര് പി വെച്ചിട്ട്, നമ്മ ബോക്സർ എടുക്കുകയാണെങ്കിൽ അവര് ബി വെച്ചിട്ടായിരിക്കും. അപ്പോൾ എനിവേസ് എന്തായാലും താങ്ക് യു സോ മച്ച് ഏട്ടാ, ചേച്ചി ആൻഡ് മോളെ. ഇവിടെ വന്ന് നമ്മൾ ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചി ഞാനും കൂടെ തമ്മിലുള്ള ആ ഒരു ഗെയിം സെഷനിൽ നിസ്സാര ഒരു പോയിന്റിലാണ് ചേച്ചി എന്താ പറയുക ഫെയിൽ ആയി പോയത്. സോ ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എനിക്ക് ചേച്ചിക്ക് കൊടുക്കാൻ പറ്റിയില്ല. സോ ഒരു സെറ്റ് ഓഫ് ഗിഫ്റ്റ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. മൈ ചോയ്സ് 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ. പ്രകൃതിയിലേക്ക് മടങ്ങൂ, ചർമ്മത്തെ സംരക്ഷിക്കൂ, AM ഹെർബൽ പ്രോഡക്ട്സ്. കേരളത്തിൽ 12 ബ്രാൻഡുകളുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും ഫേവറേറ്റ് ബ്രാൻഡ് ഫാബ് ഫെദേഴ്സ്. എക്കോ ഫ്രണ്ട്ലി ബയോഡിഗ്രേഡബിൾ കോക്കനട്ട് ഓയിൽ ബേസ്ഡ് ഹോം കെയർ പ്രോഡക്ട്സ് ഫ്രം ബയോഗ്രസ്. ബയോഗ്രസിന്റെ ഒരു സമ്മാനം. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ, കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.